21ാം നൂറ്റാണ്ടിലെ മരണാന്തര ജീവിതത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നത് ഏറ്റവും ചിന്തനീയമായ ആശയങ്ങളിലൊന്നായി തോന്നുന്നില്ല. എന്നിരുന്നാലും ആദിമ മനുഷ്യൻ ചിന്തിക്കുന്നത് തികച്ചും സാധാരണമായിരുന്നു. ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യാൻ അവരുടെ കാരണങ്ങൾ ഉണ്ടാകാം. കാരണം ഇപ്പോൾ പോലും പുനർജന്മത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്ന വിശദീകരിക്കാനാകാത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒന്നാണ് 1930കളിൽ ഡൽഹിയിൽ ജീവിച്ചിരുന്ന ശാന്തി ദേവിയുടെ കേസ്. 1930കളിൽ ഡൽഹിയിൽ നിന്നുള്ള ശാന്തി ദേവി എന്ന സ്ത്രീ താൻ മുമ്പ് ജീവിച്ചിരുന്നുവെന്നും മുൻജന്മത്തിൽ ലുബ്ഡി എന്ന പേരുണ്ടായിരുന്നുവെന്നും അവകാശപ്പെട്ടു. താൻ ഇപ്പോൾ താമസിക്കുന്ന ഡൽഹിയിൽ നിന്ന് 145 കിലോമീറ്റർ അകലെയുള്ള തന്റെ ഭർത്താവിനെ കുറിച്ചും അവർ താമസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് അവർ തന്റെ മുൻ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു കേസ് നടത്തി. ദേവിയെ ഒന്നിലധികം പുനർജന്മ ഗവേഷണങ്ങൾക്ക് വിധേയയാക്കുകയും മഹാത്മാഗാന്ധി പിന്തുണയ്ക്കുകയും ചെയ്തു. 1926 ഡിസംബറിലാണ് ദേവി ജനിച്ചത്. സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവൾ തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ താൻ മുമ്പ് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രം ധരിക്കുമ്പോഴും മറ്റും അവൾ മാതാപിതാക്കളോട് പറയുമായിരുന്നു. 1925 ഒക്ടോബറിൽ ഒരു മകനെ പ്രസവിച്ച ഉടൻ തന്നെ താൻ മരിച്ചുവെന്നവർ പറഞ്ഞു. കൂടാതെ പ്രസവത്തിന്റെയും ശസ്ത്രക്രിയയുടെയും വേദനാജനകമായ അനുഭവവും വിവരിച്ചു. ഡൽഹിയിൽ നിന്ന് 75 മൈൽ അകലെയുള്ള മധുരയിൽ താമസിക്കുന്ന അവരുടെ മുൻ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നു. ലുബ്ഡിയുടെ ഭർത്താവ് കേദാർനാഥ് ശാന്തിയോടൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചതിന് ശേഷം അവൾ സംസാരിച്ച എല്ലാ വിശദാംശങ്ങളും കൃത്യമാണെന്ന് സ്ഥിരീകരിച്ച് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. മരിച്ചുപോയ തന്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നത് പോലെയാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. തുടർന്ന് മഹാത്മാഗാന്ധി കേസിൽ അല്പം താല്പര്യം കാണിക്കുകയും അന്വേഷണത്തിനായി മധുരയിൽ പര്യടനം നടത്തുകയും ചെയ്തു. ദേവി പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി തന്റെ മരണാന്തര ജീവിതാനുഭവങ്ങളും വിവരിച്ചു. 1987 വരെ അവിവാഹിതയായി ജീവിച്ച ദേവി 61ാം വയസ്സിൽ മരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.